ഏവർക്കും ദുഃഖവെള്ളിയുടെ നന്മകളിലേക്കും ചിന്തകളിലേക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ദുഃഖവെള്ളിയെ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇംഗ്ലീഷിൽ നല്ല വെള്ളി എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടും തമ്മിൽ വളരെ അന്തരങ്ങളുണ്ട്. ദുഃഖവെള്ളി ഒരർത്ഥത്തിൽ വളരെ അർത്ഥപൂർണമായ ഒരു പദമാണ്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെ പ്രതി ഈശോ കുരിശിലേറി മരിച്ചു. ദൈവം തമ്പുരാനാണ്. മരണത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണ്. ദുഃഖമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്ന ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി, അതും ഒരർത്ഥത്തിൽ വളരെ അർത്ഥവത്താണ്, മനോഹരമാണ്. കാരണം ദുഃഖവെള്ളിയിലൂടെ, കുരിശുമരണത്തിലൂടെ ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തന്നു. ആ അർത്ഥത്തിൽ അതിനെ നല്ല വെള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത് തീർത്തും അർത്ഥവത്താണ്, മനോഹരമാണ്. എന്താണ് ഈ ദിനം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന സന്ദേശം? അത് കുരിശിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. കുരിശിലൂടെയാണ്, കുരിശെന്ന് പറയുമ്പോൾ സഹനമാണെന്ന് നമുക്കറിയാം, കുരിശിലൂടെയാണ് ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നത്. രക്ഷ ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അത് സഹനങ്ങളിലൂടെയാണ്, ത്യാഗങ്ങളിലൂടെയാണ്, മുറിയപ്പെടുന്നതിലൂടെയാണ്. നമ്മളും രക്ഷിക്കപ്പെടണമെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നു പോയേ മതിയാവൂ. ക്രിസ്തു നമുക്ക് സഹനങ്ങളിലൂടെ, കുരിശിലൂടെ രക്ഷ നേടിത്തന്നു. നമ്മൾ ഇന്ന് രക്ഷ നേടേണ്ടത്, അനുദിന ജീവിതത്തിൽ രക്ഷ തേടേണ്ടത് അത് കുരിശിലൂടെ തന്നെയാണ്, സഹനങ്ങളിലൂടെ തന്നെയാണ്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സഹനങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാ മനുഷ്യരും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാ സഹനവും രക്ഷാകരമാകുന്നില്ല. ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ നോക്കിക്കണ്ടാൽ മാത്രമാണ് സഹനം നമുക്ക് രക്ഷാകരമായി മാറുകയുള്ളൂ. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറാതെ, നമ്മുടെ മനസ്സ് പതറാതെ, സന്തോഷപൂർവ്വം ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് അവയെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് രക്ഷാകരമായി തീരുകയാണ്. ഒരുപാട് സഹനങ്ങളിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. ചില ചെറിയ വേദനകളാകാം, വലിയ വേദനകളാകാം, നിരവധിയായ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശരീരത്തിൻ്റെ അസുഖങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകൾ മൂലം ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. മാനസികമായിട്ടുള്ള ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരും, ഒറ്റയ്ക്കായി പോകുന്നവരും, പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരും, സ്നേഹിക്കാൻ ആരുമില്ലാതെ പോകുന്നവരും, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും വേദനകളും, അങ്ങനെ നിരവധിയായിട്ടുള്ള സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാനും അവ രക്ഷാകരമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ വിശ്വാസത്തിൻ്റെ കണ്ണിൽ നോക്കിക്കാണാനും സാധിച്ചാൽ തീർച്ചയായിട്ടും കുരിശിൻ്റെ സന്ദേശം, ദുഃഖവെള്ളിയുടെ സന്ദേശം നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. ഓരോ സഹനത്തെയും രക്ഷാകരമായി നോക്കിക്കാണാനും ക്രിസ്തുവിൻ്റെ കുരിശിനോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വയ്ക്കാനും, അങ്ങനെ കുറെ കൂടി ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സഹനങ്ങളെ നോക്കിക്കാണാനും നമുക്ക് സാധിക്കണമെന്ന് ഈ ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദുഃഖവെള്ളി മാത്രമായി തീരാതെ നല്ല വെള്ളി കൂടിയാകാനുള്ള ആശംസകൾ എല്ലാവർക്കും ആത്മാർത്ഥമായി നേരുന്നു.